12-ാം തീയതി നാളെ റായ്ബറേലിയിലും മറ്റന്നാൾ വയനാട്ടിലും അദ്ദേഹം പോവുകയാണ് വിജയിപ്പിച്ച വോട്ടർമാരെ കണ്ട് നേരിട്ട് നന്ദി പറയാനായിട്ട്. അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞ് എവിടെയാണോ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്, റായ്ബറേലിയിലാണോ വയനാട്ടിലാണോ, ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു ഒന്നാം തരം കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടാവും. വയനാട് രാഹുൽ ഒഴിയണമോ എന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല എന്ന KC വേണുഗോപാൽ. 12-ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. തൃശൂരിലെ K മുരളീധരന്റെ തോൽവി പരിശോധിക്കും. സുരേഷ് ഗോപിയുടെ വിജയം വ്യക്തിപരമായ വോട്ടുകൾ കൊണ്ടാണെന്നും KC വേണുഗോപാൽ പറയുന്നു. ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി മനീഷ് ചേരുന്നുണ്ട്. മനീഷ്, ഈ രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തണമെന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും ആവശ്യം, ആഗ്രഹം അങ്ങനെയാണ്. മറ്റന്നാൾ ഇപ്പോൾ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നുണ്ട്. രാഹുൽ ഒഴിയുമോ? പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വരുമോ? എന്താണ് നമ്മുടെ KC വേണുഗോപാലിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്? സേതുലക്ഷ്മി, വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുമോ എന്നുള്ള ചോദ്യത്തിനോടാണ് അദ്ദേഹം ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഇനിയും എടുത്തിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. ഇത്തരത്തിൽ പാർട്ടിയിൽ ഏത് മണ്ഡലമാണോ ഒഴിയേണ്ടതെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് പാർട്ടിയിൽ തന്നെയുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയുടെ പഠനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഏത് സ്ഥലമാണ് രാഹുൽ ഗാന്ധി ഒഴിയുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമാവുക. ഈ വരുന്ന ദിവസങ്ങളിൽ വയനാടും അതുപോലെ തന്നെ റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തും. ഈ സന്ദർശനത്തിന് ശേഷം ജൂൺ 12 കൂടി തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം വ്യക്തമാക്കുമെന്നുള്ളതാണ് നിലവിൽ KC വേണുഗോപാൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി വയനാട് തുടരുമോ എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസ് നേതൃത്വം മൊത്തത്തിൽ കാണിക്കുന്ന ആ ഒരു മാറ്റം അല്ലെങ്കിൽ പറയാൻ കാണിക്കുന്ന ഒരു വിമുഖത KC വേണുഗോപാലിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയോടെ മറുപടി പറയാൻ അദ്ദേഹവും തയ്യാറായിട്ടില്ല നിലവിൽ. പിന്നെ ഏറ്റവും കൂടുതൽ ക്ഷമിക്കണം, KC വേണുഗോപാൽ പറഞ്ഞ മറ്റൊരു കാര്യം, കേരളത്തിൽ CPIM-ന് ഉണ്ടായ പരാജയത്തിന് പ്രധാന കാരണം അവർ നേരിട്ടത് കോൺഗ്രസിനെ ആയിരുന്നു, മറിച്ച് BJP ആയിരുന്നില്ല. അവരുടെ പ്രധാന ലക്ഷ്യം രാഹുൽ ഗാന്ധിയെ മോശക്കാരനെ കാണിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ മാത്രമായിരുന്നു അവർ ശ്രദ്ധ ഊന്നിയിരുന്നത്. അതുകൊണ്ടാണ് ഇത്തരം വലിയൊരു പരാജയത്തിലേക്ക് CPIM നീങ്ങാനുള്ള കാരണം. CPIM-ന്റെ വോട്ട് ചോർച്ച അത് അവർ തന്നെ പഠിക്കട്ടെ എന്നും അതുപോലെ തന്നെ CPIM തകർന്നു കാണാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്നും KC വേണുഗോപാൽ ആലപ്പുഴയിൽ പറഞ്ഞു. സേതുലക്ഷ്മി. ശരി മനീഷ, എന്താണെങ്കിലും രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തുമോ അതോ വയനാടാണോ നിലനിർത്തുക എന്ന കാര്യത്തിൽ വരുന്ന 2 ദിവസങ്ങളിൽ ഒരു വ്യക്തതയുണ്ടാകും. നന്ദി പ്രകാശിപ്പിക്കാനായി നാളെ രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും മറ്റന്നാൾ വയനാട്ടിലേക്കും വരികയാണ്. ഇതിനുശേഷം അറിയാം ഏത് മണ്ഡലമാകും രാഹുൽ ഗാന്ധി നിലനിർത്തുക എന്നുള്ളത്, എവിടെയാകും ഉപതിരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളത്. ആലപ്പുഴയിൽ നിന്ന് മനീഷാണ് വിവരങ്ങൾ നൽകിയത്.